Good morning, all. Okay, can you set the voice on here now? Last അതായത് കുഴപ്പമൊന്നുമില്ലാത്തതായിരുന്നു പ്ലേസ്മെന്റ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് ഭാഗമാണ്. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? പ്രോബ്ലംസ് ഓഫ് ഓറിയന്റേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് എടുത്തത് അല്ലെ. അതിനുശേഷം പ്ലേസ്മെന്റിന്റെ ലാസ്റ്റ് ഭാഗം അല്ലെ, അതായത് പ്രോബ്ലംസ് ഓഫ് പ്ലേസ്മെന്റ്. ഓക്കെയാണോ? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒക്കെയാണ്, പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. നമ്മൾ സ്പീഡിലാണ് നമ്മൾ മൊത്തത്തിൽ പ്ലേസ്മെന്റ് എടുത്തത് അല്ലെ. പ്ലേസ്മെന്റിന്റെ ഏതെങ്കിലും ഭാഗത്തുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഭാഗം, അതായത് നമ്മുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്റെ ഡിഫറൻസ് അത് പഠിപ്പിക്കാനുണ്ട് അല്ലെ. ആ ടേബിള് നിങ്ങൾക്ക് എടുക്കാനുണ്ട്. വേറെ ഒന്നും എടുക്കാനില്ല? വേറെ ഒരു പൊസിഷനും എടുക്കാനില്ലല്ലോ? ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്റെ ഒരു പൊസിഷൻ എടുക്കാനുണ്ട് അല്ലേ? അത് മാത്രമല്ലേ ഉള്ളൂ? അപ്പൊ പ്ലേസ്മെന്റ് എന്താണ്? നമ്മുടെ ഓറിയന്റേഷനും പ്ലേസ്മെന്റ് ഒക്കെ ഓക്കെയാണ് അല്ലെ. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുതിയ എംപ്ലോയി ആകുമ്പോൾ ആ എംപ്ലോയിക്ക് പരിചിതമാക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട്. നല്ല അവയർനെസ്, അവൾക്ക് ഒരു ഫെമിലാരിറ്റീസ് അല്ലെ, ഒരു കൃത്യമായിട്ടൊരു ബോധ്യം, എന്താണ് ജോലി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, ആരോടൊക്കെയാണ് നമ്മൾ റിപ്പോർട്ടൊക്കെ ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സമർപ്പിക്കേണ്ടത്, എത്ര സമയത്ത് അല്ലെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമുക്കറിയാം. ഒരു ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ചെയ്യുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. പുതിയ എംപ്ലോയി ആണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ വെച്ചിട്ട്, അതല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം നിയുക്തമായിട്ടുള്ള പേഴ്സണൊക്കെ ആയിരിക്കും ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് നമുക്കറിയാം, കറക്റ്റ് ആയിട്ടുള്ള ജോലിയിൽ കറക്റ്റ് പേഴ്സണെ തന്നെ കണ്ടെത്തി നമ്മൾ നിയമിക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് ആ നിയമനം കൊണ്ട് തീർച്ചയായിട്ടും ഓർഗനൈസേഷനെ ഗുണം ചെയ്യുള്ളൂ. ഒപ്പം തന്നെ ആ പേഴ്സൺ അല്ലെ, ആ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവർക്ക് അനുയോജ്യമായിട്ടുള്ള സുഹൃത്ത് നമുക്ക് പ്ലേസ്മെന്റിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. ഓവർ ക്വാളിഫിക്കേഷൻ അല്ലെ, അത് അവരെ കണ്ട് അധികം ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ, ഓവർലോഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് അധികം യോഗ്യതയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാനും പറ്റില്ല. താഴേക്ക് അല്ലെ, അവരുടെ ക്വാളിഫിക്കേഷനേക്കാളും താഴെയുള്ള ഒരു ജോലി ഏൽപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കറക്റ്റ് ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് തന്നെ ലഭ്യമാക്കി കൊടുക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് ആ പേഴ്സണും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. തീർച്ചയായിട്ടും ഓർഗനൈസേഷനും അതിന്റെ ഗുണം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സും പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി നമുക്കപ്പോ ആ പോർഷനിലേക്ക്, എടുക്കാത്ത പോർഷനിലേക്ക് തന്നെ പോവാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, എല്ലാവരും വായിച്ചൊക്കെ തുടങ്ങിയോ? ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞതിന്റെ സ്ഥിതിക്ക് അത്യാവശ്യമൊക്കെ വായിച്ചു തുടങ്ങിയോ? ഓക്കെ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് എന്താ പറയാ, മോക്ക് ടെസ്റ്റുകളൊക്കെ നോക്കി നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഓക്കെ, എക്സാം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. പക്ഷെ നിങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇന്റർവ്യൂ എന്തെങ്കിലുമൊക്കെ വരുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കി
ഓക്കെ, നമ്മൾ ഉറപ്പുവരുത്തുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിൽ. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും അതാണ് ഈ ഒരു ഇതിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് അല്ലെ, ഒരു ഇന്റർവ്യൂ ബോർഡിൽ ചെല്ലുമ്പോൾ എന്തിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല എന്നല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം അല്ലെ, അത് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം ആ ഒരു മൈൻഡിലേക്ക് എന്താണെന്നുള്ള ഒരു ഉദ്ദേശം അല്ലെ, അത് എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അറിവ് കിട്ടിക്കാണും അല്ലെ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയോ എന്തെങ്കിലുമൊക്കെ കുറിച്ച്? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതനുസരിച്ചിട്ട് തന്നെ പ്രതികരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ജോബ് അല്ലെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു റൂട്ടീൻ ഫോളോ അപ്പ് ഉണ്ടാവും, അത് തന്നെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് ആ ഒരു അല്ലെ, ഇപ്പൊ നേരത്തെ നമ്മൾ ഓറിയന്റേഷൻ ടൈമിൽ എടുക്കുന്ന ആ ഒരു ഡിഫിക്കൽറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അത് ക്യാച്ച് ചെയ്ത് പോകുള്ളൂ. ഇന്റർവ്യൂ പീരീഡില് നമ്മൾ എന്താണ് അല്ലെ അവിടെ ഷൈൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നോളജ് വേണം. തീർച്ചയായിട്ടും അത് പ്രതികരിക്കാനുള്ള ശേഷി കൂടി ഇരിക്കും അല്ലെ, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പ്രതികരിക്കാനായിട്ടുള്ള ഒരു ശേഷി അത് നേടിയെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. ഓക്കെ, നമുക്ക് അപ്പോ ഈ ഒരു ഇതിലേക്കും കൂടി പോകാം. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. നമ്മൾ ഒരു വലിയ ചാപ്റ്റർ ആണ് നിങ്ങൾ പഠിച്ചത്, എന്താണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളതും സെലക്ഷൻ എന്നുള്ളത്. വലിയ ചാപ്റ്റർ അല്ലേ ഇരുന്നേ? ആ ചാപ്റ്ററിൽ രമ്യ മിസ് വളരെ ഡീപ്പായിട്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ മുഴുവനായിട്ടാണ് എന്താണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് സെലക്ഷനിലുള്ള ഡിഫറൻസിൽ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? എന്താ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? ഒരു ജോലിക്ക് വേക്കൻസികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അപേക്ഷകരെ കണ്ടെത്തുന്നത് അല്ലെ. ആ ജോലിയിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ലഭ്യമാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ ലഭ്യമാകുന്നത് അല്ലെ. അല്ലെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അതല്ലേ? ആണോ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം വിവിധ തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾക്കൊക്കെ അറിയാം അല്ലെ. നേരിട്ട് പോയി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് അല്ലെ അവിടെ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താം. അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലും അവരുടെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ കണ്ടെത്താം. അങ്ങനെ പലതരത്തിലും റിക്രൂട്ട്മെന്റ് നടപടികൾ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കും. അതായത് അപേക്ഷകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അപേക്ഷകൾ കൂടുതൽ വരുന്നതായിരിക്കോ കുറച്ച് വരുന്നതായിരിക്കോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നത്? ഒരുപാട് അപേക്ഷകൾ വരുന്നതായിരിക്കോ കുറവ് അപേക്ഷകൾ വരുന്നതായിരിക്കോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഗുണകരമായത്? ഇതായിരിക്കും. അതായത് ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ അപേക്ഷകൾ കൂടുതൽ വരുന്നതായിരിക്കും മോർ ദാൻ അല്ലെ. ഒരുപാട് കൂടുതൽ അപേക്ഷകൾ വരുമ്പോഴായിരിക്കും നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പം അല്ലെ. കാരണം നല്ല യോഗ്യരായ വ്യക്തികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ റിക്രൂട്ട്മെന്റിന്റെ ടൈമിൽ നമുക്കറിയാം ഒരുപാട് ഫ്രിഡ്ജ് ഓഫറുകൾ അല്ലെ, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓഫറുകളൊക്കെ കൊടുത്തിട്ടാണ് അപേക്ഷകൾ നേടിയെടുക്കാനായിട്ട് ഏതൊരു സ്ഥാപനം ശ്രമിക്കുന്നത്. കാരണം എന്താണ് ഒരുപാട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ എന്താണ് നമ്മുടെ കമ്പനിയിലേക്ക് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവും. സോ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം എത്രയും നല്ലത് അല്ലെ, എത്രയും സൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് നമുക്കറിയാം. ചിലപ്പോ അല്ലെ അവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആയിരിക്കും, പക്ഷെ അവരെ നമ്മൾ എന്താണ് ഇന്റർവ്യൂ അല്ലെ അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴായിരിക്കും അവരുടെ പലതരത്തിലുള്ള കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ആ ടൈമിൽ എന്താണ് ഒരുപാട് അപേക്ഷകരെയൊക്കെ ചിലപ്പോൾ റിജക്ട് ചെയ്യും. കാരണം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഈ ടൈമിൽ അല്ലെ ഇന്റർവ്യൂ സെലക്ഷൻ ഒക്കെ നടത്തുന്ന ടൈമിൽ നോക്കുമ്പോൾ എന്താണ് ഓക്കെ അവിടെ ആ പ്രൊസീജിയർ അല്ലെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടൈമിലൊക്കെ ഈ പേഴ്സൺ അല്ലെ ഈ വരുന്ന ആപ്ലിക്കന്റ് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അല്ലെ സ്യൂട്ടബിൾ ആണെങ്കിലാണ് നമ്മൾ ആ ജോലിയിലേക്ക് ആ വ്യക്തിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, ആ വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഏകദേശം റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്താന്നുള്ള ഒരു ഐഡിയ ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കാനുള്ളത്. നമുക്ക് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ബേസിസ് ഓഫ് ഡിഫറൻസിൽ പ്രധാനമായിട്ടും പറയുന്നത് സീക്വൻസ് ആണ്. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഈസ്
ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. ഇപ്പൊ റിക്രൂട്ട്മെന്റിന്റെ ക്രമം എന്താണ്? ആദ്യം തന്നെയുള്ള ക്രമമാണ് അല്ലെ, ആദ്യത്തെ പണിയാണ്. അതായത് സെലക്ഷന് മുമ്പുള്ള ഒരു കടമ്പയാണ് എന്ത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലഭ്യമായിരിക്കുന്ന അപേക്ഷയിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. സോ അപേക്ഷകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ സീക്വൻസ് നോക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. അപ്പോ കേസ് അല്ലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആഫ്റ്റർ ദ സെലക്ഷൻ പ്രോസസ്, ബിഫോർ ദ സെലക്ഷൻ പ്രോസസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സെലക്ഷന് മുമ്പുള്ള പ്രോസസ്സാണ് അല്ലേ, ശരിയല്ലേ? ഓക്കെ അല്ലേ? ഡിഫറൻസ് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു പോവാ. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അപേക്ഷകൾ കണ്ടെത്തുക എന്നുള്ളതാണ്, സെലക്ഷന് മുമ്പുള്ള പ്രോസസ്സാണ്. ദെൻ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്ഷൻ ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ശേഷമാണ് സെലക്ഷൻ നടപടികളിലേക്ക് പോകുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റിൽ നമുക്കറിയാം പലതരത്തിലുള്ള ഓഫറുകൾ കൊടുത്തിട്ട് ഒരുപാട് അപേക്ഷകൾ കണ്ടെത്തുക, അതാണ് മോസ്റ്റ് അല്ലെ അവിടെ ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് നടപടി എന്ന് പറയുന്നത്. ഒരുപാട് ആപ്ലിക്കന്റിനെ കണ്ടെത്തുക. ഓക്കെ, ഒരുപാട് ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ യോഗ്യരായ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുക. അവരുടെ ആപ്ലിക്കേഷനിൽ നിന്നാണ് അവര് ഈ പറഞ്ഞ മാതിരി തന്നെ ടെസ്റ്റിനും ഇന്റർവ്യൂവിനൊക്കെ അവരെ ക്ഷണിക്കുന്നത്. ദെൻ അതിൽ നിന്നാണ് അവര് നല്ലത് ചീത്തയൊക്കെ തിരിച്ചറിഞ്ഞ് അല്ലെ ക്വാളിഫൈഡ്, അതായത് നമ്മുടെ ഓർഗനൈസേഷന് സൂട്ടബിൾ ആണെന്ന് അനുയോജ്യമായതിനെ കണ്ടെത്തി അല്ലാത്തതിനെ വേർതിരിക്കുന്നത്. സോ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. ദെൻ സെലക്ഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവ്. The main objectives of a recruitment is to attract the maximum number of potential applicants in order to get large applications. Okay, അപ്പൊ ഇതില് നമ്മൾ കണ്ട കാര്യം തന്നെയാണ് അല്ലെ, വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റബിൾ ആയിട്ട് പറയുന്നത്. മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ് അല്ലെ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ലഭ്യമാകുക അല്ലെ, അതായത് ലാർജ് ആപ്ലിക്കേഷൻസ് ഓർഗനൈസേഷന് ലഭ്യമാക്കി എടുക്കുക എന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ലക്ഷ്യം. ഒബ്ജക്റ്റീവ്സ് അല്ലെ, കുറച്ച് അപേക്ഷകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരുപാട് അപേക്ഷകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഒരുപാട് മോദാൻ അല്ലെ, ഒരുപാട് ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ അതിനുശേഷം നമുക്കറിയാം ഇന്റർവ്യൂ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ വലിയ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരുന്നു ഒരു പേഴ്സണെ അപ്പൊ അല്ലെ നമ്മൾ ഓറിയന്റേഷൻ ടൈമിലും അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിലൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞേക്കും കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത് എന്നാണ് അല്ലെ. അപ്പൊ ഇൻ കേസ് അവർക്ക് ക്വാളിഫിക്കേഷൻ ഒരുപാട് കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അല്ലെ അവരുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണോ എന്നത് മനസ്സിലാക്കിയിട്ട് അത് ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിൽ നിന്ന് നല്ലൊരു അപ്പോയിന്റ്മെന്റ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഏറ്റവും കൂടുതൽ ഈ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ് ഇൻ ഓർഡർ ടു ഗെറ്റ് ലാർജ് ആപ്ലിക്കേഷൻസ് അല്ലെ, ഒരുപാട് ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ സെലക്ഷനിൽ നമുക്കറിയാം ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സെലക്ഷൻ ഈസ് ടു ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫ്രം ദ ആപ്ലിക്കന്റ് അല്ലെ. ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ കണ്ടെത്തുക. ഓക്കെ അല്ലേ? സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ കണ്ടെത്തുക. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതായത് നമ്മൾ റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് ശേഷം നമ്മൾ ടെസ്റ്റ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തും അല്ലെ. അപ്പൊ അതിൽ നിന്നാണ് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ഈ വ്യക്തിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്ന് കൃത്യമായിട്ട് തന്നെ ഓർഗനൈസേഷന് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ ഈ ആപ്ലിക്കന്റ് പൂളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് സെലക്ഷനിലെ നടപടികൾ അല്ലെ, അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റ് കൂടുതൽ ആപ്ലിക്കേഷൻസ് കണ്ടെത്തുകയാണെങ്കിൽ സെലക്ഷന്റെ ഒബ്ജക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ആപ്ലിക്കന്റ് പൂളിൽ നിന്ന് കണ്ടെത്തുക. പ്രോസസ്, ഇതിന്റെ പ്രോസസ് പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് ഈസ് കോൾഡ് a positive process because it involves the process of generating the large pool of applications. Okay, അപ്പൊ ഇവിടെ പ്രോസസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതൊരു പോസിറ്റീവ് അതല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്, റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിലൊക്കെ പഠിച്ചു പോയതാണ് അല്ലെ. അതെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് വരുന്നത്. കാരണം എല്ലാ ആപ്ലിക്കേഷൻസും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഒരു ആപ്ലിക്കേഷൻസും മറ്റൊരു തരുന്ന ആപ്ലിക്കേഷനൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് നടപടികൾ അല്ലെ. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ഫീലിങ്സ് ആണ് അവിടെ ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ
സെലക്ഷനിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, സെലക്ഷൻ ഈസ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് വരുന്നത്? Because it involves the process which rejects a large number of applicants and only few best applicants are selected for the job. Okay, ഇതിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് അല്ലെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിൽ നിന്നും കുറച്ച് ഫ്യൂ ബെസ്റ്റ് അല്ലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് സ്വീകരിക്കുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും അല്ലെ. അപ്പൊ അത് എന്ന് പറയുന്നത് എന്താണ്? സെലക്ഷൻ എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം? ഒരു നെഗറ്റീവ് പ്രോസസ്സാണെന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ആപ്ലിക്കേഷൻ ലഭിച്ച എല്ലാവർക്കും അവിടെ ജോലി ഓഫർ ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നുണ്ടോ? സെലക്ഷൻ നടത്തുമ്പോൾ എല്ലാവരെയും സെലക്ട് ചെയ്യുമോ? ഇല്ല അല്ലെ. ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നെഗറ്റീവ് പ്രോസസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് പോസിറ്റീവ് പ്രോസസ് എന്നുള്ളത്? സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് പ്രോസസ് എന്നുള്ളത് ഒക്കെയാണ്. നമുക്ക് വീണ്ടും നോക്കാം മെത്തേഡ്സ്. Okay, our methods of recruitment are not very comprehensive and therefore there is no more requirement of a person with a highly skilled person. Okay, methods ഇതിന്റെ ഈ ഒരു റിക്രൂട്ട്മെന്റ് നടപടി സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് മെത്തേഡിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. വരുന്ന ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് വെക്കുക മാത്രമേ ഉള്ളൂ. അത് ഏത് രീതിയിൽ അങ്ങനെ അല്ലെ, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു തിങ്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. കിട്ടുന്ന ആപ്ലിക്കേഷനൊക്കെ സ്വീകരിച്ച് ഫയൽ ചെയ്ത് വെക്കുക അല്ലെ എന്നത് മാത്രമാണ് റിക്രൂട്ട്മെന്റ് നടപടികളിലുള്ളൂ. നമുക്കറിയാം അപേക്ഷകൾ വരാൻ വേണ്ടിയിട്ട് അല്ലെ, ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അതേസമയം കിട്ടുന്ന അപേക്ഷകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ല. സെലക്ഷൻ പ്രോസസ്സിലേക്കാണ്, അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് അത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമുക്ക് സെലക്ഷൻ പ്രോസസ് ആണെങ്കിൽ നോക്കാം. വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ആർ റിക്വയർഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. Therefore, in the process of only skilled person like experts of the selection test, conduct interviews, etc. considered. അതായത് നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, ഉള്ള അപേക്ഷയിൽ നിന്നും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളവരെ മാത്രം അല്ലെ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ ലഭ്യമാകുന്നത്. അങ്ങനെ ആക്കി തീർക്കണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് കടമകൾ കഴിഞ്ഞ് മാത്രമാണ് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ. ഒരു 100 അപേക്ഷകൾ ഉണ്ടെങ്കിലും ആദ്യം തന്നെ കുറെ പേരെ റിജക്ട് ചെയ്തിട്ടാണ് അവര് ടെസ്റ്റിങ്ങിനും ഇന്റർവ്യൂവിനും വേണ്ടിയിട്ട് വന്ന് ക്ഷണിക്കുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ്ലി തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ റിജക്റ്റിംഗ് പ്രോസസ്സ് അവിടെ തുടങ്ങി ചിലപ്പോൾ വരും അല്ലെ. അതല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ അപേക്ഷകളെയും ചിലപ്പോൾ വേണമെങ്കിലും ഇന്റർവ്യൂവിനും പ്രോസസ്സിന് അല്ലെ അവിടെ ടെസ്റ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലഭ്യമാകും അല്ലെ. പലതരത്തിലുള്ള ടെസ്റ്റിങ്ങും ഇന്റർവ്യൂകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടില്ലേ? പറയേണ്ടതുണ്ടോ അല്ലെ? ടെസ്റ്റിബിൾ ടെസ്റ്റ് നമ്മളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും യോഗ്യരാണോ എന്ന് കണ്ടെത്തുന്ന പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് അല്ലെ. അതേമാതിരി തന്നെ ഇന്റർവ്യൂകളും പലതരത്തിലുണ്ട് അല്ലെ. അവിടെ പാനൽ വെച്ചുകൊണ്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് അല്ലെ. ഒരു വൺ ടൈം അല്ലെ, ഒരു പേഴ്സൺസിന് മാത്രം വെൽക്കം ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചിട്ട് അല്ലെ. പലതരത്തിൽ ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പൊ ആക്ച്വലി അതെല്ലാം നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. കാരണം മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇത് ഏത് തരത്തിലുള്ള ടെസ്റ്റാണ് ഇത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതൊക്കെ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇതില് പ്രധാനമായിട്ടും പറയുന്നത് സെലക്ഷൻ എന്ന പ്രൊസീജിയർ നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പ്രോസസ് ഉണ്ട് അല്ലെ. അതേസമയം റിക്രൂട്ട്മെന്റ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ആ റിക്രൂട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു അല്ലെ ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഇതിനെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് റിക്രൂട്ട്മെന്റ്, നമുക്കറിയാം ക്യാമ്പസ് സെലക്ഷൻ വേണോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള രീതികൾ അതൊക്കെ മാത്രമാണ് ചിന്തിക്കേണ്ടതുള്ളൂ. ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പ്രോസസ് ഒന്നുമില്ല, അത് നേരെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലെ, സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. So method of recruitment are not very comprehensive and therefore there is no more a requirement of a person with a highly skilled person. അല്ലെ, അതുകൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെന്റ് നടപടികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള സ്കില്ലുകളൊന്നും ആവശ്യമായിട്ട് വേണ്ടി വരില്ല. അതേസമയം സെലക്ഷൻ എന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് അല്ലെ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. സോ പ്രൊഫഷണൽ ആയിട്ട് അല്ലെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് പേഴ്സൺസ് ഒക്കെയാണ് ഇന്റർവ്യൂ ബോർഡിനൊക്കെ വന്നിരിക്കുന്നവര്
വിവരമുള്ളവരായിരിക്കണം അല്ലെ? അല്ലെ വേണ്ടിവരില്ലേ? വേണ്ടിവരില്ലേ? അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ അത് മനസ്സിലാക്കി അവരെ കൃത്യമായിട്ടാണ് ചെയ്യണേന്നൊക്കെ വിലയിരുത്താനൊക്കെ കഴിവിട്ട വ്യക്തികൾ തന്നെയായിരിക്കണം അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് അവർക്ക് എന്താണ് എക്സ്പേർട്സ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ടിങ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാം. വേറെ സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ആണ് റിക്വയർഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. എന്തുകൊണ്ടാണ് സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് വേണം എന്ന് പറയുന്നത്? അതായത് അതിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഇന്റർവ്യൂകൾ ടെസ്റ്റുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട് അല്ലെ? ഓരോ വ്യക്തിയും യോഗ്യരാണോ അല്ലെ? ഒരുപാട് നമുക്കറിയാം പലതരത്തിലുള്ള എന്താണ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് വരെ അല്ലെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആസ്പെക്ടുകൾ വരെ നമുക്കറിയാം, വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ വരെ അവിടെ തിരിച്ചറിയും അല്ലെ, വേർതിരിച്ചറിയേണ്ടതുണ്ട്. ചിലപ്പോ വേണമെങ്കിൽ അവർക്ക് അല്ലെ ഒരു ഇപ്പൊ തന്നെ അല്ലെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് വരികയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള കഴിവിട്ടവരാണോ എന്നൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടാണോ ഓരോ പോസ്റ്റുകളൊക്കെ കൊടുക്കുള്ളൂ അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനായിട്ടും അല്ലെ, ക്വസ്റ്റ്യൻ രൂപേണ അവരിൽ എത്തിക്കാനായിട്ടും ദെൻ അതേമാതിരി തന്നെ അവരെ പ്രാക്ടിക്കലി ഉള്ള നോളജ് അത് വേർതിരിച്ചറിയാനൊക്കെ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രം ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ very specialized method are required in the selection process. Therefore, in the process, only skilled personnel like experts selection test, conducting interview, etc. are considered. Okay, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമാണ് പരിഗണിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ ആണോ? ഓക്കെ, 4 പോയിന്റ് നമ്മൾ ജസ്റ്റ് എടുത്തു. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിയോ? ഓക്കെയാണ്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാം. നോക്കാം. നെക്സ്റ്റ് പറയുന്നത് സർവീസ് കോൺട്രാക്ട് ആണ്.
ഓക്കെ, ഇതില് നമ്മൾ കണ്ടായിരുന്നു സീക്വൻസ്, ഒബ്ജക്റ്റീവ്, പ്രോസസ്, മെത്തേഡ്സ്, ഇതൊക്കെ ജസ്റ്റ് ആ ഒരു പോയിന്റ് ബേസ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, സീക്വൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് വരുന്നതാണ്, സെക്കൻഡ് ആണ് എന്താണ് സെലക്ഷൻ വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷൻസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കാര്യം അല്ലെ, എന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സൂട്ടബിൾ കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നതാണ്. പ്രോസസ് എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ളതാണ്, നെഗറ്റീവ് ആയിട്ട് ഫേസ് ചെയ്യുന്നതാണ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധികം സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ആവശ്യമില്ല ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ. അതേസമയം സെലക്ഷൻ പ്രൊസീജിയർ കൈകാര്യം ചെയ്യണമെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആവശ്യമാണ്. ഓക്കെ, സർവീസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് നോക്കാം എന്താണ്. അതില് നമുക്കറിയാം ഒരു റിക്രൂട്ട്മെന്റ് നടപടികൾ എടുക്കുമ്പോൾ അവിടെ കാൻഡിഡേറ്റുമായിട്ട് ഒരു കോൺട്രാക്റ്റും അവിടെ ഏർപ്പെടുന്നില്ല, ഒരു കരാർ ബന്ധവും അവിടെ ഏർപ്പെടുന്നില്ല. അതേസമയം നമുക്കറിയാം സെലക്ഷൻ നടപടികളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെ ഇത്ര ടൈമില് ഇത്രയും ജോലി ചെയ്യുന്നതനുസരിച്ചിട്ട് എനിക്ക് ഇത്രയും കൂലി അല്ലെ, ആ ഒരു സാലറി പേയ്മെന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രാക്ട് അവിടെ തീർച്ചയായിട്ടും ആ ഒരു എംപ്ലോയി ആയിട്ട് അവിടെ ബന്ധപ്പെടുന്നുണ്ട് അല്ലെ. നമുക്ക് സർവീസ് കോൺട്രാക്ട് ആർ നോട്ട് ദ ഔട്ട്കം ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു സർവീസ് കോൺട്രാക്ടിന്റെ ആവശ്യകത വരുന്നില്ല. There is a service contract between employer and the selected candidate. ഓക്കെ, തീർച്ചയായിട്ടും തൊഴിലുടമയും ആ ഒരു സെലക്ട് ചെയ്യുന്ന പേഴ്സണും നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക്, ഒരു കരാർ ബന്ധത്തിലേക്ക് വരികയാണ്. അതായത് ആ തൊഴിലാളി അവരുടെ ആ കഴിവ് അല്ലെ, അവരുടെ ആ സമയവും കഴിവും അവിടെ മിനിമൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും എംപ്ലോയർ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ അല്ലെ, തീർച്ചയായിട്ടും അവരുടെ സാലറി ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കോൺട്രാക്ട് ഒരു കരാർ വ്യവസ്ഥ അവിടെ ലഭ്യമാകുകയാണ് അല്ലെ, നടപ്പാക്കുകയാണ് സെലക്ഷൻ പ്രൊസീജിയർ നടപ്പാക്കുമ്പോൾ അല്ലെ. ശരിയല്ലേ? സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിട്ടേണും ഇല്ലാതെ ഒരു പേയ്മെന്റും ഇല്ലാതെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമോ? ഇല്ല അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് തീർച്ചയായിട്ടും തരണം. നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളും അവിടെ വിനിയോഗിക്കുന്നതനുസരിച്ചിട്ടുള്ള റിട്ടേൺ ആ കാൻഡിഡേറ്റിന് ലഭ്യമാക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിസൾട്ട്, ലാസ്റ്റ് പോയിന്റിലേക്ക് പോകുമ്പോൾ റിസൾട്ട് ആണ്. എന്താണ് റിസൾട്ടിൽ വരുന്നത് നോക്കാം, ഫലങ്ങൾ അല്ലെ. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ് വിച്ച് സെർവ്സ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രോസസ് ഓഫ് സെലക്ഷൻ. അതായത് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആപ്ലിക്കേഷൻസ് ലഭ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം അല്ലെ. അതായത് മതിയായ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ നടത്താം. ഇൻ കേസ് മതിയായ ആപ്ലിക്കേഷൻസ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അവര് റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു റിക്രൂട്ട്മെന്റ് നടപടി ശരിയല്ല എന്ന് തോന്നി വേറെ ഏതെങ്കിലുമൊക്കെ അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ വീണ്ടും പോസ്റ്റ് ചെയ്യാം അല്ലെ, മാഗസീനിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ വേണമെങ്കിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആപ്ലിക്കേഷൻസ് വീണ്ടും ക്ഷണിക്കാനുണ്ട്, അല്ലെങ്കിൽ വീണ്ടും പോയി വേണമെങ്കിൽ ഇതാണ് ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തിയിട്ട് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി ഏത് വേണമെങ്കിലും അവര് തെരഞ്ഞെടുക്കും. പല രീതികളൊക്കെ ഉണ്ട് റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എന്താണ്? അതൊരു ഇൻപുട്ട് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് പ്രോസസ്സാണ്? സെലക്ഷൻ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട്. കാരണം ആപ്ലിക്കേഷൻസ് ഇല്ല എങ്കിൽ പിന്നെ സെലക്ഷൻ നടത്താൻ പറ്റില്ല അല്ലെ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് ബെസ്റ്റ് സൂട്ടബിൾ ആയതിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഭയങ്കര അല്ലെ, ഇപ്പൊ ചില ജോലിക്കൊക്കെ നമുക്കറിയാം അല്ലെ ഒരുപാട് യോഗ്യരായവരും ഉണ്ടാവില്ല, ചില സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയാ എല്ലാവരും എടുക്കുന്ന കോഴ്സുകൾ എടുക്കാനായിട്ട് ശ്രമിക്കാതെ വേറിട്ട കോഴ്സുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? അപ്പൊ അതിൽ കുറച്ചു പേരേ ഉണ്ടാവുള്ളൂ അല്ലെ. സെലക്ട് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാനുള്ള ടൈം വരുമ്പോൾ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ലഭ്യമാകുന്നതും എന്നാൽ വേറൊരു തരത്തിലുള്ള അല്ലെ കോഴ്സുകൾ എന്താണെന്ന് കണ്ടക്ട് ചെയ്തിട്ട് പാരന്റ്സുകൾ കുട്ടികളെ അതിന് പറഞ്ഞേക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കാരണം എന്താന്ന് ഈ റിക്രൂട്ട്മെന്റ് നടപടികൾ അല്ലെ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് പേഴ്സൺസ് അവിടെ റിക്രൂട്ട്മെന്റുകളിൽ അപേക്ഷകൾ ലഭ്യമാക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. സോ അതിൽ നിന്ന് എന്തായാലും സെലക്ഷൻ അല്ലെ അത്യാവശ്യം മാർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെലക്ഷൻ ഉറപ്പായിരിക്കും. ഓക്കെ, അങ്ങനെ ചിന്തിക്കാറില്ലേ? ചിന്തിക്കാറില്ലേ? ചിലര് വേറിട്ട് കോഴ്സുകൾ. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. നമുക്കറിയാം ചില ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എല്ലാവർക്കും ഇപ്പൊ ഡിഗ്രി കോഴ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഓൾമോസ്റ്റ് അത് പ്രിഫർ ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എന്ത് കോഴ്സ് കിട്ടിയിരിക്കണം ഡിഗ്രി കോഴ്സ് എടുക്കും അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും എന്താണ് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ഡിഗ്രി ആണ് യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. സോ അതിൽ നിന്ന് സെലക്ട് ചെയ്ത പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവുമായിരിക്കും അല്ലെ. അതേസമയം ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വേറിട്ട ഒരു കോഴ്സാണ് അത് പഠിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ ജോലി അല്ലെ എപ്പോഴൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ മോസ്റ്റ് ഓഫ് ദം ഉപയോഗിക്കണമെന്നില്ല. എന്നാലും സ്പെഷ്യലൈസ് ചെയ്താൽ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം PSC പോലെയുള്ള അല്ലെങ്കിൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ വരുമ്പോൾ ടെസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടെക്നിക്കൽ നോളജ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യും. അതിനു വേണ്ടി മാത്രം സെലക്ട് ചെയ്ത് പഠിച്ച് ആ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം അല്ലെ അത് എന്താ പറയുക മനസ്സിലെയും വെച്ചുകൊണ്ട് തന്നെ ആ കോഴ്സ് പഠിക്കുന്നവരുണ്ട്. കാരണം അത് അവിടെ അപേക്ഷ കൊടുക്കുമ്പോൾ എന്താണ് കുറച്ച് ആപ്ലിക്കേഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആ ഒരു എയിം വെച്ചുകൊണ്ടാണ് ആ ഒരു ടെക്നിക്കൽ നോളജോട് കൂടിയിട്ടുള്ള കോഴ്സുകളൊക്കെ എടുക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അത് ഈ കാലഘട്ടത്തിലൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം ഇപ്പൊ എല്ലാവരും അല്ലെ വിദ്യ ഉള്ളവര് തന്നെയാണ്. ആരും തന്നെ വിദ്യാസമ്പന്നരല്ലാത്തതില്ല. തീർച്ചയായിട്ടും മാക്സിമം എന്താണ് ഒരു ഡിഗ്രി എങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനോടൊപ്പം നമ്മൾ തന്നെ ഇപ്പൊ ഓരോ കോഴ്സുകൾ പുതിയത് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാ നമ്മൾക്ക് കുറച്ചും കൂടി കൂടുതൽ അല്ലെ കുറച്ചും കൂടി കൂടുതൽ അവയർനെസ് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് സെലക്ഷൻ പ്രൊസീജിയറിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്താണ് ഏതൊരു കമ്പനിയും അങ്ങനെ തന്നെയായിരിക്കും. ലഭ്യമായിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അധിക യോഗ്യതകൾ ഉള്ളവരുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അവരുടെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നത് അല്ലേ. ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ അത്യാവശ്യം ആ ഒരു എയിം വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളും അല്ലെ ഈ ഒരു കോഴ്സിലേക്കൊക്കെ പ്രിഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. കാരണം ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ എന്താണ് തീർച്ചയായിട്ടും അതിന്റെയും കൂടി ഒരു പരിഗണന അവിടെ വരും അല്ലെ. അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന റിസൾട്ടിന്റെ പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ് വിച്ച് സെർവ്സ് ആസ് എ ഇൻപുട്ട് ഓഫ് പ്രോസസ് ഓഫ് സെലക്ഷൻ. സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ അതിൽ എന്താണ് പ്രത്യേകിച്ച് ആ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിൽ നിന്ന് കമ്പനിയെ സംബന്ധിച്ച് എന്താണ് ഇതൊരു ഫസ്റ്റ് പ്രോസസ് ആണ്. അതിൽ നിന്നാണ് ഏറ്റവും സൂട്ടബിൾ അല്ലെ. കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എഫേർട്ട് അല്ലെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്താൻ സാധിക്കും. അതേസമയം കുറച്ച് ആപ്ലിക്കേഷൻ ഉള്ളതിൽ നിന്ന് നല്ല പേരെ അല്ലെ അനുയോജ്യരായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കാം. ഇറ്റ്സ് എ ഇൻപുട്ട് ഫോർ എ പ്രോസസ് ഓഫ് സെലക്ഷൻ. ഇനി അടുത്തത് എന്താണ് സെലക്ഷൻ അല്ലെ. സെലക്ഷൻ പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് സെലക്ടിങ് ദ ഫൈനൽ കാൻഡിഡേറ്റ്സ് ഹു വിൽ ഗെറ്റ് ദ ജോബ് ഓഫർ. ഓക്കെ, അതായത് നമ്മൾ നടത്തിയിരിക്കുന്ന അല്ലെ അത്യാവശ്യം കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഫോമിൽ നിന്നും തീർച്ചയായിട്ടും എന്താണ് അവിടെ അനുയോജ്യരായവരെയൊക്കെ ഈ പറഞ്ഞ മാതിരി ടെസ്റ്റിങ്ങും ഇന്റർവ്യൂ ഒക്കെ നടത്തി. നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റിംഗ് ഇന്റർവ്യൂ ഒക്കെ അല്ലെ അത് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് അതെന്തായാലും ആക്ച്വലി എന്താണ് എക്സാമിനും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. മാത്രമല്ല ജോലി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. കാരണം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ബോധപൂർവമായിട്ട് മനസ്സിലാകും അല്ലെ. അതിനനുസരിച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ അതിനനുസരിച്ചിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. സോ ആ ഭാഗങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അതില് സെലക്ഷൻ പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് സെലക്ടിങ് ദ ഫൈനൽ കാൻഡിഡേറ്റ് അല്ലെ. കിട്ടിയിരിക്കുന്ന ഈ അപേക്ഷകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായവരെ ഈ പറഞ്ഞ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് സെലക്ട് ചെയ്ത് ജോലി കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ കിട്ടിയിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഇൻപുട്ടിൽ നിന്ന് അല്ലെ ഈ പറഞ്ഞ അപേക്ഷകളിൽ നിന്നിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഫൈനൽ കാൻഡിഡേറ്റ് ഹു വിൽ ഗെറ്റ് ദ ജോബ് ഓഫർ അവർക്കാണ് ജോലി വാഗ്ദാനം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇതിലെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗമൊന്നല്ല. ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. റിക്രൂട്ട്മെന്റ് എന്താണ് സെലക്ഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലുണ്ടെങ്കിൽ തന്നെ അല്ല ഡിഫറൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് വെച്ചിരിക്കുക. ഫസ്റ്റ്ലി എന്താണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ബിഫോർ സെലക്ഷൻ അല്ലെ. വീണ്ടും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ് എന്താണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? വായിച്ചു നോക്കാം. നമ്മളിപ്പോ വീണ്ടും 2 പോയിന്റ് ഒക്കെ എടുത്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ അല്ലേ? ഏതെങ്കിലും ഭാഗത്ത് കിട്ടാത്തതുണ്ടോ? നമ്മള് 2-3 ചാപ്റ്റർ ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയല്ലേ. ചാപ്റ്റർ എടുത്തു, ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻ എടുത്തു, ഇപ്പോ സെലക്ഷൻ റിക്രൂട്ട്മെന്റ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഭാഗത്ത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നിയോ? ഏത് ചാപ്റ്റർ, അതായത് ഞാൻ എടുത്തത് മാത്രമല്ല, മൊത്തത്തില് നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്? ഓക്കെ, ഇച്ചിരി ടഫ് തന്നെയാണ്. അത് മാത്രമല്ല ഒരു ലെങ്തി ചാപ്റ്റർ ആണ് അല്ലെ ഇത്. നമുക്ക് എന്താ പറയുക, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ദൈനംദിന ലൈഫുമായി ബന്ധപ്പെട്ട അല്ലെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് ഇച്ചിരി ടഫാണ്. കാരണം ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ എംപ്ലോയി എന്താ പറയാ, യൂണിയൻ വരുന്നതുണ്ട് അല്ലെ, അത് കളക്റ്റീവ് ബാർഗെയിനിങ് ആയിട്ട് വരുന്നതുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ഉണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾ വായിച്ചു നോക്കാൻ എന്നെ ശ്രമിക്കാം. ഓക്കെ, എന്തെങ്കിലും വായിച്ചിട്ട് ഡൗട്ടുകൾ ഉണ്ടോ? ഫാമിലി പെൻഷൻ, ഓക്കെ, EPS ഫാമിലി പെൻഷൻ. അതെ അതെ, അത് ഇത്തിരി ടഫാണ്. പക്ഷെ അതില് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഒന്നാമതായിട്ടുള്ള പ്രശ്നം നമ്മുടെ അതിന്റെ എന്താ പറയാ, നമ്മുടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള തന്നിരിക്കുന്നത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഓർത്തും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താണ്, ഇപ്പോ നമ്മളിപ്പോ പുതിയൊരു സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവിടെ ആ ഒരു സ്കീം അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഇപ്പോ എല്ലാത്തിനും അല്ലെ, ഗ്രാജുവേറ്റി ആണെങ്കിലും ഫാമിലി പെൻഷൻ ഒക്കെ ആണെങ്കിലും അത് ഫോർമുല ബേസിലായിരിക്കും. അവിടെ ബേസിക് സാലറി വെച്ചിട്ട് ഇന്ന രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തത്. സോ അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ആക്ച്വലി അവിടെ ആ ഒരു ഓഫീസിൽ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക അല്ലെ. ഇത്രയും കാറ്റഗറി, ഇത്രയും സാലറി ഉള്ളവരെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തിയറിക്ക് ഡിഗ്രി അവിടെ അത് ഉണ്ടാവും, ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പൊ ആ സിസ്റ്റം അനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്താൽ മതി. സോ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതായത് പെൻഷൻ ബെനിഫിറ്റുകളുണ്ട് നമ്മളതില്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞ ഇന്നത്തെ കൊടുത്തിരിക്കുന്ന കാൽക്കുലേഷൻ തന്നെ നമുക്ക് പ്രസന്റിലി ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാൽക്കുലേഷൻ ആണ് അല്ലെ. ഇപ്പോഴത്തെ സാലറി ഒരു 300 എന്താ പറയുന്ന അല്ലെ, അവിടെ തന്നിരിക്കുന്ന എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ 800 എന്നൊക്കെ പറഞ്ഞു, 150 പെർ മന്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അതൊന്നും ഒരിക്കലും അല്ലെ, ഒരിക്കലും യാഥാർത്ഥ്യമുള്ള ഒരു സാലറി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിശദമായിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് പഠിക്കൊന്നും വേണ്ട. ഇങ്ങനെയുള്ള പെൻഷനുകളൊക്കെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഗ്രാറ്റുവിറ്റി ഉണ്ട്, ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. ഇത്രയും മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ, ഇത്രയും മെമ്പേഴ്സ് ഉള്ള വർക്കിംഗ് ഉള്ള ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഓരോ സ്ഥാപനത്തിലും ഇത്രത്തോളം അല്ലെ, എത്രത്തോളം എങ്ങനെയാണ് ദൂരോടം എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും ബേസിക് സാലറി ഉള്ള ഓരോ പേഴ്സൺ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ അല്ലെ ക്രിയേറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ ഏതാണ്? ഏത് ചാപ്റ്ററാണ് ഇഷ്ടമുള്ളത്? ഏറ്റവും ഡിഫിക്കൽട്ട് 5th ആണെന്ന് മനസ്സിലായി. ഏറ്റവും ഇഷ്ടമുള്ളത് 4th ചാപ്റ്റർ ആണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററും കുഴപ്പമില്ല.
തേർഡ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. എനിവേ തീർച്ചയായിട്ടും എന്താ പറയുക, എക്സാമിനേക്കാൾ ഉപരി ജോലി കരസ്ഥമാക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും, അല്ലെ? അതിന് വേണ്ടിയിട്ട് ഇതില് ഏത് തരത്തിലുള്ള ജോലിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫൈഡ് തേർഡ് ചാപ്റ്റർ അത് തേർഡ് ചാപ്റ്റർ സിമ്പിൾ ആണ്. അല്ലെ, ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലിയാണ് ശ്രമിക്കണമെങ്കിലും ഇതില് അല്ലെ HR ഇതില് കുറെ ഇന്റർവ്യൂ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് മോസ്റ്റ്ലി അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. ഉപകാരപ്രദം അല്ലെ എവിടെ ഇന്റർവ്യൂ ചെയ്താലും അതൊക്കെ ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രമിക്കാം. ആക്ച്വലി എന്താണ് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് അപ്പൊ അതിലേക്ക് ഉയർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ ശ്രമിച്ചില്ല എങ്കിൽ ആരും എന്താ പറയുക ജോലി നമ്മൾക്കായിട്ട് കൊണ്ടുതരില്ല. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ജോലി ഉള്ളവരായിരിക്കും, അതിന്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ചിന്തകളൊക്കെ ആയിരിക്കും നിങ്ങൾ നേടിയിരിക്കുന്നത്. എനിവേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടൊക്കെ തന്നെ ശ്രമിക്കാം. ഓക്കെ, എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലൊക്കെ ചോദിക്കാനുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. മാം, ഇത് കഴിഞ്ഞാൽ എങ്ങനെ ഇന്റർവ്യൂ ഒക്കെ? അവരേതായാലും നമ്മൾ പഠിച്ചത് മാത്രമല്ലല്ലോ നോക്കുക, അപ്പൊ എന്താണ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുമല്ലോ, അതിനെപ്പറ്റി എങ്ങനെയാണ്? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ മാത്രമേ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ടുള്ള, കാരണം ഞങ്ങൾക്ക് അതിനുള്ള ടൈം അലോട്ട് ചെയ്തിട്ടുള്ളൂ. ടൈമിനുള്ളിൽ ചാപ്റ്റേഴ്സ് തീർക്കേണ്ടതുണ്ട് അല്ലെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഞങ്ങൾ മാനേജ്മെന്റ് ബോർഡായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പിന്നെ അതേപോലെ തന്നെ ചെറിയ ജോലി ആണെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് കയറി പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് വളരെ വലുതായിരിക്കും. അതിൽ തന്നെ പിടിച്ചു നിൽക്കാതെ തന്നെ നമുക്ക് അടുത്തത് ശ്രമിക്കാനായിട്ട് സാധിക്കും. ഓരോ കമ്പനിയിലും ഓരോ റോൾസ് ആയിരിക്കുമല്ലോ, ഡിഫറെന്റ് ആയിരിക്കുമല്ലോ എങ്ങനെയായാലും ആ ഫേമിന്റെ അനുസരിച്ച്. അതെ അതെ, തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോ എവിടെ പോയാലും നമുക്കറിയാം വലിയ സ്ഥാപനങ്ങളുണ്ടാവും, ചെറിയ സ്ഥാപനങ്ങളുണ്ടാവും. അപ്പൊ ചെറിയ സ്ഥാപനങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ട് വരും. അതേസമയം വലിയ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുന്ന ഡ്യൂട്ടി ഉണ്ടാവുക. ഇൻ കേസ് അല്ലെ, അത് ഏത് തന്നെയാണെങ്കിലും, ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കറിയാം വലിയ സ്ഥാപനമാണെങ്കിലും അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. അതേസമയം ചെറിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ എന്താ പറയാ, എല്ലാം കൂടി ചിലപ്പോൾ ഓവറോൾ ആയിട്ട് ചെയ്യേണ്ട ചിലപ്പോൾ കുട്ടികളുണ്ടാവും. തീർച്ചയായിട്ടും നമുക്കൊരു ഗൈഡൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറയുന്നത് തന്നെ നമ്മൾ ക്യാച്ച് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്താ പറയാ, നമ്മൾ ഓക്കെ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ആദ്യം നേടിയെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ലെ, അവര് ബേസിക്കലി അവർ സ്റ്റാർട്ട് ചെയ്ത് തരും ഏത് സ്ഥാപനമാണെങ്കിലും, പക്ഷെ കോൺഫിഡന്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, വേറെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. ചെറുതാണെങ്കിലും അത് ഉപകാരപ്രദമാണ്. നമ്മള് കാണാതെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ ഓക്കെയാണോ ആവോ? പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും പറ്റില്ല, എന്നാൽ വീണ്ടും പറയേണ്ടതായിട്ടും വരും. കാരണം ഇത് മനസ്സിലേക്ക് പതിക്കണമെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് അതേ തന്നെ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോ എന്താ പറയുക, ഓക്കെ എന്നുള്ള ഒരു റിട്ടേൺ മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അല്ലെ കോൺഫിഡൻസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓൾവേസ് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോഴും നിങ്ങളൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, പരമാവധി ശ്രമിക്കുക, അതാണ് നമുക്ക് ഇപ്പൊ വേണ്ട ഒരു കാര്യം. ഇപ്പൊ എവിടെയാണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. നമ്മള് മാക്സിമം കോൺഫിഡൻസോട് കൂടിയിട്ട് പോവുക. അവിടെ എന്താണോ ഫോളോ ചെയ്ത് ആ രീതി ഫോളോ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം ക്വാളിഫിക്കേഷൻ ഒക്കെ മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ്, അത് ആ എബിലിറ്റി നേടിയെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എക്സാം എന്തായാലും ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എടുത്തു കഴിഞ്ഞു തന്നെയാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ എക്സാം ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് അറിയിക്കും. എക്സാം പരമാവധി തന്നെ ശ്രമിക്കുക. തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരമാവധി വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ പ്രത്യേകിച്ചും 5th ചാപ്റ്ററിൽ എടുത്ത് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. പക്ഷേ എല്ലാ ചാപ്റ്ററിലും അല്ലെ ഒരു നിശ്ചിത പോർഷൻസ് ആണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഹെഡിങ്ങുകൾ വെച്ചിട്ട് തന്നെ അത് മോസ്റ്റ്ലി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെഡിങ് ബേസ് ചെയ്ത് അല്ലെ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ഹെഡിങ് ബേസ് ചെയ്തിട്ടുള്ള എന്നാൽ ഹയറായിട്ട് ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. മോസ്റ്റ്ലി നോട്ട് ചെയ്യാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? കുറെ ഇവിടെ ആക്ടുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ടുകളുടെ ഒക്കെ ഡേറ്റ് ഓർത്ത് വെക്കണം. പിന്നെ ഡേയ്സുകൾ ഇത്രയും ഡേയ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അബ്രിവേഷൻസ് അതൊക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നതാണ് ഡെഫിനിഷൻസ് അല്ലെ, അത് ബൈ ഹാർട്ട് ഡെഫിനിഷൻ പഠിക്കണ്ട. പക്ഷെ ആ പേരുകൾ ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ വ്യക്തികളും അല്ലെ അവരെ ഏത് രീതിയിലാണ് വിശകലനം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു മീനിങ് മനസ്സിലേക്ക് പതിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇൻ കേസ് അല്ലെ കുറച്ച് പേരുകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ബൈ ഹാർട്ട് ആയിട്ട് വരും അല്ലെ. ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ ഏതെങ്കിലൊക്കെ എന്താ പറയാ ഈ പ്രധാനപ്പെട്ട പേരുകളൊക്കെ വരുമ്പോൾ ഓക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർത്ത് വരും. അതുകൊണ്ടാണ് ആ പേരുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അവരും ഡെഫിനിഷൻസും അതൊന്നും മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ല അല്ലെ. ഒരു ഇന്റർവ്യൂലൊന്നും എന്താണ് അതാത് ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡെഫിനിഷൻസോ ഒന്നും ചോദിക്കില്ല. അതേസമയം ഇതേമാതിരി തന്നെ ചില വ്യക്തികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചില അബ്രിവേഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ അതിന്റെ ആശയം എന്താണെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അത് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിനും ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതില് ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും അതിൽ കൊടുത്തിരിക്കുന്ന ആ കാൽക്കുലേഷനിൽ ബേസ് ചെയ്തിരിക്കുന്ന രീതികൾ അല്ലെ ആ ബേസിക് ആയിട്ടുള്ള ബൈഹാർട്ടായിട്ട് അത് പഠിച്ചിട്ട് പോകണ്ട. കാരണം നമുക്കറിയാം ആ എമൗണ്ട് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വേരിയബിൾ ആണ് അല്ലെ. അത് തീർച്ചയായിട്ടും ആ സ്റ്റാർട്ടിങ് ഇയറിലുള്ള കുറച്ച് എമൗണ്ടുകളാണ്. അതൊന്നും ജസ്റ്റ് ഒരിക്കലും ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അല്ലെ പെട്ടെന്ന് തന്നെ എക്സാമുകളൊക്കെ അടുത്ത് വരെയായിരിക്കും. അപ്പൊ അധികം എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടിയായിരുന്നോ? എക്സാം ടൈം ടേബിൾ കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 21st അല്ലെ എക്സാം ഉണ്ട്. അപ്പൊ 21st എക്സാമിന് ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. 21st എക്സാം ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യുക. ദെൻ അതിനുശേഷമുള്ള എക്സാം ടൈമുകളൊക്കെ എന്തായാലും എക്സാം ടൈമൊക്കെ നേരത്തെ അറിയിക്കും. അതനുസരിച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പ്രാർത്ഥനയിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ജോലി നേടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. 26th ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ഓഫ് ദം